ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീ ലവ്സ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു സൂപ്പാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മുരിങ്ങയില സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 1 ടീസ്പൂൺ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടീസ്പൂൺ ജിഞ്ചർ, 1 ടീസ്പൂൺ ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ അതിൻ്റെ ഉള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് ചോളം വേവിച്ചത്, 1 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ബൗള് വെള്ളം, പിന്നെ 2 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ്, കുറച്ച് മല്ലിയില. ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ചൂടായി വരുന്ന ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. ബട്ടർ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇടുക. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ അതിടുക. ഒരു 3-4 എണ്ണം കട്ട് ചെയ്തിട്ടാൽ മതി, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ അതിൻ്റെ ഉള്ളിയുടെ വശല്ലേ അത് കട്ട് ചെയ്തിട്ട് ഇടുക. കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇപ്പം നമുക്ക് ഇടാം കേട്ടോ, കുറച്ച് ഉപ്പ്. പിന്നെ നമുക്ക് മുരിങ്ങയില നമ്മൾ നന്നായി വാഷ് ചെയ്ത് വെച്ചേക്കണതാണ്. അത് കഴുകിയത് നന്നായിട്ട് നമുക്കൊരു ബൗള് മതി, അത് ഇടുക. ഡെയിലി നമുക്ക് മുരിങ്ങയില കഴിക്കുന്നത് നല്ല ഇല നമ്മുടെ വയറ്റിന് തന്നെ നമുക്ക് നല്ല ഒരു ഇത് തരുന്നതാണ് കേട്ടോ. ഇത് നല്ലോണം വിറ്റാമിൻസ് അടങ്ങിയിട്ടുണ്ട്, നല്ലോണം ധാതു ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുക. ഗർഭിണികളൊക്കെ നാളികേരം ചെരുകിയിട്ടുള്ള മുരിങ്ങയില കഴിക്കുന്നതൊക്കെ നല്ലോണം മുലപ്പാലൊക്കെ അവർക്ക് ഉണ്ടാവും, അവർ കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ BP ഷുഗർ ഉള്ളവർക്കൊക്കെ നന്നായി. പിന്നെ നമുക്ക് ഇലവർഗ്ഗമല്ലേ, അപ്പോൾ കുറച്ച് കഴിച്ചാൽ നല്ലതാണ്. എല്ലാത്തിനും നല്ലതാണത്. പക്ഷെ നമുക്ക് മടിയാണത് ഉരിഞ്ഞ് ഇട്ട് വെക്കാനായിട്ട്. ഞാനിവിടെ അന്വേഷിച്ച് പിടിച്ച് കൊണ്ടുവന്ന് വെക്കണതാ. ആ സമയത്ത് നമുക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി, കുറച്ച് തരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ ടീസ്പൂൺ. നമുക്ക് ഒരു ആവശ്യത്തിന് വെള്ളം കേട്ടോ. ഞാനിപ്പോൾ ഞങ്ങൾ 3-4 ആളുണ്ട്, അപ്പോൾ 3-4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമോ വൈകിട്ടോ രാവിലെ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് കഴിക്കാം. അങ്ങനെയൊന്നുമില്ല, ഇന്ന ടൈമൊന്നുമില്ല കേട്ടോ. നമുക്ക് മൂടിയൊന്നും വെക്കണ്ട കേട്ടോ. എന്നിട്ട് നല്ലോണം തിളപ്പിക്കുക, ഒരു 3-4 മിനിറ്റ് തിളപ്പിക്കുക. നമുക്ക് ഈ കൊറോണ ടൈമിൽ നമുക്കിത് ഡെയിലി കുറച്ച് കുടിച്ചാൽ നല്ലതാണ്. നമുക്ക് നല്ല പ്രതിരോധശേഷി ഇല്ലാത്തവർക്ക് നല്ലതാണ്, വയസ്സായവരും കുട്ടികളും എല്ലാവർക്കും. പിന്നെ നമുക്ക് വയറ്റിൽ നിന്നൊക്കെ പോകാൻ നല്ല ഒരു ഔഷധമാണ് കേട്ടത്. മലബന്ധമുള്ളവർക്കൊക്കെ നമുക്കിത് കഴിച്ചാൽ നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഇടാം. അത് കുറച്ച് വെള്ളത്തിൽ അലിയിച്ചിട്ട് വേണം ഇടാൻ കേട്ടോ. എനിക്കിതേ ഇപ്പോൾ തന്നെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് എനിക്കൊരു അമളി പറ്റി. അതുപോലെ ഇടരുത് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ വെച്ച് ചാലിച്ചിട്ട് വേണം നിങ്ങളത് അലിയിച്ചിട്ട് വേണം ആ കോൺഫ്ലവർ ഇടാൻ കേട്ടോ. അപ്പോൾ നമുക്കൊരു പ്രത്യേക രുചി കിട്ടും ഈ സൂപ്പിന്. കണ്ട ഇതുപോലെ കട്ടിയാവും, അങ്ങനെ തന്നെ ഇട്ടാ.
പിന്നെ നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ, അതിൻ്റെ ഇല ഒരു 2 ടീസ്പൂൺ ഇടുക. ഒരു പ്രത്യേക രുചി തന്നെയാണ് അതിൻ്റെ ഇല. അതും നല്ലത് തന്നെയാണ് കേട്ടോ ശരീരത്തിന്. വൈകിട്ട് നമ്മളൊരു 8 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് ഇത് കുടിക്കുക. ഒരു 8, 8:30 ആകുമ്പോൾ കുടിക്കുക. നല്ലതാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണ നമ്മുടെ മഞ്ഞ കളറുള്ള ചോളം 2 കളർ കണ്ടല്ലേ, വേവിച്ച് വെച്ചേക്കണ നമുക്ക് കോൺ അതിലിടാം. കോൺ എന്ന് വെച്ചാൽ അറിയില്ലേ, ചോളം കേട്ടോ. ചോളം നമ്മുടെ തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കുക. നാട്ടിലൊക്കെ എനിക്ക് സുഖമല്ലേ ഇതൊക്കെ വെക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂന്തോട്ടത്തിൽ എല്ലാതും വെക്കാൻ. അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിയുടെ ഇല ഇടുക. അധികം ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ മതി. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് കേട്ടോ. പിന്നെ അടുത്ത ഒരു വീഡിയോ ആയി കാണുന്നവരെ ബൈ. പിന്നെ ഒരിക്കൽ കൂടി നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഓക്കെ, ബൈ.